സുകുമാരക്കുറുപ്പിന്റേത് എന്ന പേരിൽ പുറത്തുവന്ന ചിത്രം ജോൺ മേനോന്റേത് എന്ന വിവരം. ജോൺ മേനോൻ തന്നെയാണോ സുകുമാരക്കുറുപ്പ് എന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഇല്ല എന്നാണ് പോലീസ് പറയുന്നത്. ദൃക്സാക്ഷിയുടെ പ്രാഥമിക മൊഴി പോലീസ് രേഖപ്പെടുത്തി. ഫോണിലൂടെയാണ് മൊഴിയെടുത്തത്. കൂടുതൽ വിവരം ശേഖരിക്കാൻ ഇന്റർപോളിനെ ക്രൈംബ്രാഞ്ച് സംഘം ബന്ധപ്പെടുന്നുമുണ്ട്. വിവരങ്ങളുമായി ദിലീപ് കുറ്റിച്ചൽ ചേരുകയാണ്. ദിലീപ്, ബ്രൂണോയിൽ സുകുമാരക്കുറുപ്പ് ഉണ്ട് എന്ന തരത്തിൽ വാർത്തകൾ വരുന്നു, ദൃശ്യങ്ങളടക്കം വാർത്തകളിൽ ഇടം പിടിക്കുന്നുണ്ട്. പക്ഷേ അത് സുകുമാരക്കുറുപ്പാണോ അതല്ല ജോൺ മേനോനാണോ? ആ ജോൺ മേനോൻ എന്ന് പറയുന്നതിൽ പോലും ചില അവ്യക്തതകൾ ഉണ്ട്. ആ പേരിൽ ചില സംശയങ്ങൾ ബാക്കിയാണ്. എന്തായാലും പോലീസ് എന്താണ് ഇപ്പോൾ പറയുന്നത്? രാഖി, അതായത് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ പിടികിട്ട പുള്ളി അല്ലെങ്കിൽ തന്നെ കേരളക്കാരെ തന്നെ ഇപ്പോഴും അന്വേഷിക്കുന്ന പേരാണ് സുകുമാരക്കുറുപ്പ് എന്ന വ്യക്തിയുടെ പേര്. പക്ഷേ അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. അതായത് സുകുമാരക്കുറുപ്പ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്നടക്കമുള്ള ദൃശ്യങ്ങളടക്കമാണ് പുറത്തു വന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം നടത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പറയുന്നത് അത് ജോൺ മേനോൻ ആകാനാണ് സാധ്യത കൂടുതലെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഈ ജോൺ മേനോനെ അല്ലെങ്കിൽ ഈ സുകുമാരക്കുറുപ്പിനെ കണ്ട ആ വ്യക്തിയുമായിട്ട് പോലീസ് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഫോൺ വിളിച്ചാണ് മൊഴി രേഖപ്പെടുത്തിയത്. അതുമായി ബന്ധപ്പെട്ടാണ് പോലീസ് വ്യക്തമാക്കുന്നത്. നിലവിൽ സ്ഥിരീകരണം തന്നെ ഒന്നും തന്നെ പോലീസ് വ്യക്തമാക്കുന്നില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം വ്യാപിക്കണമെങ്കിൽ അല്ലെങ്കിൽ അന്വേഷണം ശക്തമാക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഇന്റർപോളിന്റെ സഹായം വേണ്ടിവരും. അതുകൊണ്ട് തന്നെയാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ ഇന്റർപോളുമായി ബന്ധപ്പെട്ട് ഇത് അന്വേഷിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നതും. ഈ ഒരു കേസിന്റെ തുടക്കമെന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് 3 മാസം മുമ്പാണ് പഴയ കേസുകൾ അന്വേഷിക്കുന്നതിന് വേണ്ടി ക്രൈംബ്രാഞ്ച് പ്രത്യേക സംഘത്തെ രൂപീകരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് സുകുമാരക്കുറുപ്പിന്റെ കേസ് വീണ്ടും അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് വന്നത്. ആ സമയത്താണ് ഈ ആലപ്പുഴക്കാരനായ ഇപ്പോൾ പറയുന്ന ഈ ദൃക്സാക്ഷി അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്, അതായത് 90 കാലഘട്ടങ്ങളിൽ ബ്രൂണോ എന്ന പ്രദേശത്ത് ജീവിച്ചിരിപ്പുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് വീണ്ടും ഇത് സംബന്ധിച്ചുള്ള ഈ അന്വേഷണം വ്യാപിപ്പിക്കുകയും അതുപോലെ അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന്റെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പ്രചരിപ്പിച്ച അദ്ദേഹത്തിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. പക്ഷേ അത് ജോൺ മേനോനാണോ അതോ സുകുമാരക്കുറുപ്പാണോ എന്ന രീതിയിൽ സംശയമുണ്ട്. എന്തായാലും ഇതിപ്പോൾ ഇന്റർപോളിലേക്ക് കേസ് കൈമാറാൻ സാധ്യത കൂടുതലും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വലിയൊരു സംഘത്തെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഒരുക്കിയതിനു ശേഷം അന്വേഷണം ഊർജിതമാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. രാഖി, ദിലീപ്, അതോടൊപ്പം തന്നെ ഈ സുകുമാരക്കുറുപ്പിനെ ഇതുവരെ കണ്ടെത്താനായില്ല. അതോടൊപ്പം തന്നെ ഇപ്പോൾ ബ്രൂണോയിലുണ്ട്, ജീവനോടെയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നാണക്കേടാണ്. അതായത് കാലാകാലങ്ങളായി ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പിടികിട്ടാപ്പുള്ളി കേസ് അവസാനിപ്പിക്കുന്ന ഒരു ഘട്ടം എത്തുമ്പോൾ ഇങ്ങനെ വ്യക്തി ജീവനോടെയുണ്ട് എന്ന് പറയുമ്പോൾ അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, മുൻകാല സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വലിയ നാണക്കേടാണ്. അപ്പോൾ ഈ ജോൺ മേനോൻ എന്ന വ്യക്തിയെ കണ്ടു എന്ന് പറയുന്ന ദൃക്സാക്ഷിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം ഇയാൾ അവിടെ തന്നെ ഉണ്ട്. അക്കാര്യത്തിൽ എന്തെങ്കിലും സ്ഥിരീകരണമൊക്കെ ആകുന്നുണ്ടോ? നിലവിൽ എന്തായാലും അത്തരത്തിൽ യാതൊരുവിധ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. അദ്ദേഹം പറയുന്നത്, അതായത് ദൃക്സാക്ഷി പറയുന്നത് ബ്രൂണോ മലേഷ്യ അതിർത്തിയിലെ സീംപാങ് എന്ന സ്ഥലത്ത് വെച്ച് അദ്ദേഹം 1990 മുതൽ 2010 വരെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കാനുള്ള ശ്രമത്തിലേക്ക് എത്തിയിരിക്കുന്നത്. നേരത്തെ രാഖി സൂചിപ്പിച്ചപ്പോൾ തന്നെ അതായത് 90 കാലഘട്ടം, അതായത് 90 മുതൽ 2010 വരെ അദ്ദേഹം ഈ ബ്രൂണോയിൽ താമസിച്ചിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് ആ സമയത്ത്, അതായത് ഈ ഒരു കാലയളവിൽ എന്തുകൊണ്ട് ഈ ദൃക്സാക്ഷി ആ സമയത്ത് പോലീസുമായി ബന്ധപ്പെട്ടില്ല, അല്ലെങ്കിൽ ആ പോലീസിൻ്റെ എന്തുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ നൽകിയില്ല എന്നതിലുള്ള ഒരു സംശയം പോലീസ് ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ ഫോൺ വിളിച്ച് അദ്ദേഹം മൊഴി രേഖപ്പെടുത്തിയപ്പോൾ പോലും ആ ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു എന്നാണ് പോലീസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. പക്ഷേ അതിൽ വലിയൊരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. എന്തായാലും പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നാണക്കേടാണ്. അതായത് 1984 ഈ ചാക്കോ കേസുമായി ബന്ധപ്പെട്ട് ആദ്യമായി സുകുമാരക്കുറുപ്പിന്റെ പേര് സമൂഹ മാധ്യമങ്ങളിലും പ്രത്യേകിച്ച് ഈ ജനങ്ങൾക്കിടയിൽ ആ ഒരു വലിയൊരു പേര് പ്രത്യക്ഷപ്പെടുന്നതും ആ ഒരു പശ്ചാത്തലത്തിൽ സ്വാഭാവിക ഏകദേശം 40 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് പോലും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോൾ എവിടെയാണ് എന്നടക്കമുള്ള കാര്യങ്ങളിൽ കേരള പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഇന്റലിജൻസ് ഉള്ള അല്ലെങ്കിൽ ഏറ്റവും വലിയ പോലീസ് ഡിപ്പാർട്ട്മെന്റാണ് കേരളത്തിലെ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ പോലും ഈ സുകുമാരക്കുറുപ്പിനെ കണ്ടെത്താൻ സാധിക്കാത്തതിൽ വലിയൊരു പരാജയമായിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കേരള പോലീസ് സംബന്ധിച്ചിടത്തോളം വലിയൊരു നാണക്കേടിന്റെ മറ്റൊരു വശം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇനിയൊരു
നാണക്കേട് ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ഇന്റർപോളിന് വേണ്ടുമായി കോൺടാക്ട് ചെയ്ത് കേസ് അന്വേഷിക്കാനാണ് നിലവിൽ ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. രാഗി. ശരി ദിലീപ്.